തുടങ്ങാം. വർത്തമാനകാല ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ തീവ്രമായ ആക്രമണങ്ങളും പ്രചാരണങ്ങളും അഴിച്ചുവിട്ട് ഹിന്ദുത്വ വർഗീയാധിപത്യത്തെ വളർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ക്രിസ്ത്യൻ സംഘടനയായ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം 700ഓളം വർഗീയ ആക്രമണമാണ് രാജ്യത്താകമാനം ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായത്. അതായത് ഏതാണ്ട് ഒരു ദിവസം രണ്ടിടത്ത് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇതിൽ 287 ഉത്തർപ്രദേശിലും 148 ആക്രമണങ്ങൾ ഛത്തീസ്ഗഡിലും 49 ആക്രമണങ്ങൾ ജാർഖണ്ഡിലും 47 ഹരിയാനയിലുമാണ്. ഇവിടെയെല്ലാം ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് എന്നത് പ്രത്യേകം കാണേണ്ട കാര്യമാണ്. 2014 രാജ്യത്ത് ആകെ 140 അക്രമ സംഭവങ്ങൾ ക്രിസ്ത്യാനികൾക്ക് നേരെ ഉണ്ടായിരുന്ന സ്ഥാനത്തു നിന്നും ബിജെപി ഭരിച്ച കഴിഞ്ഞ 9 വർഷം കൊണ്ട് ആക്രമണത്തിന്റെ നിരക്ക് കുത്തനെ കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അന്താരാഷ്ട്ര തലത്തിൽ വന്നിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം ക്രൈസ്തവ വിഭാഗത്തിനെതിരെയുള്ള കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ ഇന്ന് 11ാമത്തെ സ്ഥാനമാണ് അലങ്കരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇന്ത്യയെ ആകമാനം പിടിച്ചുകുലുക്കിയത് മണിപ്പൂരിലെ വംശീയ സംഘർഷമായിരുന്നു. മുഖ്യമായും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട മെയ്ത്തികളും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട കുക്കികളും തമ്മിലുള്ള സംഘർഷം തടയുന്നതിൽ മണിപ്പൂരിലെയും കേന്ദ്രത്തിലെയും ബിജെപി സർക്കാരുകൾ പൂർണ്ണമായും പരാജയപ്പെട്ടു. ഈ രണ്ട് മതവിഭാഗത്തിൽപ്പെടുന്നവർ ആയുധമേന്തി പരസ്പരം ഏറ്റുമുട്ടുന്ന സന്ദർഭത്തിൽ അവിടെ 200ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 60,000-ഓളം ആളുകൾക്ക് ഭവനം നഷ്ടപ്പെടുകയും 100 കണക്കിന് ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുകയും 10,000-ങ്ങൾ പലായനം ചെയ്യപ്പെടുകയും ചെയ്ത സംഭവം നമ്മുടെ സമൂഹത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചയായി ഉയർന്നു വന്ന വിഷയമാണ്. ഇവിടെ സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു കാര്യമായ നടപടിയും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന കാര്യം ഒട്ടേറെ വിമർശനങ്ങൾ ഇടവരുത്തിയിട്ടുണ്ട്. മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അവിടെ സംഘർഷം തുടരുകയാണ്. കലാപം ആരംഭിച്ച് മാസങ്ങൾ പിന്നിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി കലാപബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയോ പാർലമെന്റിൽ ഈ പ്രശ്നത്തെ സംബന്ധിച്ചൊരു പ്രസ്താവന നടത്താനോ തയ്യാറായിട്ടില്ല. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ന്യൂനപക്ഷ വിരുദ്ധ മനോഭാവത്തിന്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. ക്രൈസ്തവർക്കെതിരെ മാത്രമല്ല, രാജ്യത്തെ മുസ്ലിം വിഭാഗങ്ങൾക്ക് നേരെയും ഇതേപോലുള്ള ആക്രമണങ്ങൾ തുടരുകയാണ്. മണിപ്പൂരിൽ സംഘർഷം പടർന്നുപിടിക്കുമ്പോൾ തന്നെയാണ് ഹരിയാനയിലെ ഭിവാനി ജില്ലയിൽ രാജസ്ഥാനിൽ നിന്ന് പശുക്കളെ വിൽക്കാൻ കൊണ്ടുവന്ന ജുനൈദ്, നാസർ എന്നീ യുവാക്കൾ നിഷ്കരണം കൊല്ലപ്പെടുന്നത്. മോനു മനേസർ എന്ന ബജ്രംഗദൾ നേതാവ് നയിച്ച യാത്ര ഗുഡ്ഗാവിനടുത്ത് മുസ്ലിങ്ങൾ താമസിക്കുന്ന തെരുവിൽ എത്തി ആക്രമണങ്ങൾ അഴിച്ചുവിട്ടതും നിരവധി വീടുകൾ അഗ്നിക്കിരയാക്കിയതും ഹരിയാനയിലാണ്. രാമനവമി ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന ഘോഷയാത്രകളിൽ സായുധ സംഘങ്ങൾ കയറിപ്പറ്റി മുസ്ലിം വീടുകൾ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം രാമനവമി, ഹനുമാൻ ജയന്തി ഘോഷയാത്രയോടനുബന്ധിച്ച് 9ഓളം സംസ്ഥാനങ്ങളിൽ ഇതേപോലെയുള്ള ആക്രമണങ്ങൾക്ക് ഇടവരുത്തിയെന്ന കാര്യം എല്ലാ മാധ്യമങ്ങളിലുമായി നാം കണ്ടിട്ടുള്ള കാര്യമാണ്. പല സംസ്ഥാനങ്ങളിലും ന്യൂനപക്ഷ ആദിവാസി മേഖലകളിൽ വർഗീയ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ്. ഇവിടെ
അറസ്റ്റ് ചെയ്യപ്പെടുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ പോലീസിന്റെ സാന്നിധ്യത്തിനെ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. യു പിയിലെ മുസഫർ നഗറിൽ തൃപ്തത്യാഗി എന്ന അധ്യാപിക ഒരു മുസ്ലിം വിദ്യാർത്ഥിയെ ശിക്ഷിക്കാനായി സഹപാഠികളായ വിദ്യാർത്ഥിയെ ഉപയോഗിച്ചത് എങ്ങനെയാണെന്ന് നാം കണ്ടിട്ടുണ്ട്. വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം കലാലയങ്ങളിലേക്ക് എത്തുകയാണ്. ഇത്തരത്തിൽ രാജ്യത്ത് ഉടനീളം മതനിരപേക്ഷതയ്ക്കും ഭരണഘടനാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കേണ്ട ഒരു സന്ദർഭത്തിൽ അതിനെയെല്ലാം നോക്കുകുത്തിയാക്കി ഇവിടെ ഹിന്ദുത്വവൽക്കരണവും കാവുവൽക്കരണവും ന്യൂനപക്ഷ വേട്ടയും വർഗീയതയും കേന്ദ്ര സർക്കാരിന്റെയും സംഘപരിവാറിന്റെയും സഹായത്തോടെ നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതിനെതിരായ നിലപാട് സ്വീകരിക്കേണ്ട ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ ജനാധിപത്യ മതേതരവാദികൾ ആ നിലപാട് ഒന്നിച്ച് സ്വീകരിക്കണമെന്നുള്ളതാണ് ഞാൻ എന്റെ അഭിപ്രായമായി പറഞ്ഞിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം നടന്ന ആക്രമണങ്ങളിൽ, അതിനു മുമ്പ് നടന്ന ആക്രമണങ്ങളിലും ഒരുപാട് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവർ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും അവരെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ഇത്രയും അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരെ, അവരെ നമ്മളുടെ പരിഭവങ്ങളും ആശങ്കകളും അറിയിച്ചുകൊണ്ട് അതിനെതിരായ നിലപാട് സ്വീകരിക്കേണ്ട സമീപനം വേണ്ടത്ര സ്വീകരിക്കപ്പെടാത്ത സാഹചര്യം ഉണ്ട് എന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നിയതുകൊണ്ടാണ് ഞാൻ പുന്നപ്രയിൽ നടന്ന ഒരു സമ്മേളനത്തിൽ അവിടെ പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ, അത് ബിഷപ്പുമാർ മാത്രമല്ല, അല്ലാത്ത ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും പങ്കെടുത്തു. മണിപ്പൂർ പ്രശ്നം ഉന്നയിക്കേണ്ടതായിരുന്നു. പ്രശ്നം ഉന്നയിക്കേണ്ടതിന്റെ രീതി ഉന്നയിക്കേണ്ടവരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ 200ഓളം ആളുകൾ കൊല്ലപ്പെട്ട്, ആയിരങ്ങൾ പലായനം ചെയ്യപ്പെട്ട്, ആയിരങ്ങളുടെ ഭവനരഹിതരായ നമ്മുടെ നാട്ടിൽ ഒരു ജനവിഭാഗത്തിന് ജീവിക്കാൻ കഴിയാത്ത അന്തരീക്ഷം ഉണ്ടായിരിക്കുന്നു. ബഹുമാന്യ പ്രധാനമന്ത്രി ആ കാര്യത്തിൽ ഇടപെടണം, ആ പ്രദേശം സന്ദർശിക്കണം, ഞങ്ങളുടെ പ്രയാസങ്ങളും ആശങ്കകളും പരിഹാരം കാണണം എന്ന് സ്നേഹബുദ്ധിയ എങ്കിലും പറയേണ്ടതായിരുന്നു എന്നാണ് ഞാൻ നടത്തിയ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത്. ആ രാഷ്ട്രീയമായ എന്റെ നിലപാടിൽ ഒരു മാറ്റവും വരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ ഞാൻ ഈ പ്രസംഗം നടത്തിയ സന്ദർഭത്തിൽ എന്റെ പരാമർശങ്ങളിൽ വന്ന 1-2 കാര്യങ്ങളെ സംബന്ധിച്ച് ചില ആശങ്കകളും പ്രയാസങ്ങളും ബഹുമാനായ പുരോഹിത ശ്രേഷ്ഠർ നേരിട്ടും അല്ലാതെയും മാധ്യമങ്ങളുടെയും പറയുകയുണ്ടായി. അത് ഏത് വിഷയത്തിലാണ് അവർക്ക് പ്രയാസം ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ ആ വിരുന്നിന്റെ ഭാഗമായി സാധാരണ ക്രൈസ്തവർക്ക് ക്രിസ്മസ് നാളിൽ കൊടുക്കുന്ന ഈ വീഞ്ഞും കേക്കും ആ ഭാഗമായിരിക്കാം, അങ്ങനെ ഒരു ഭാഗമായിരിക്കാം അവർക്ക് പ്രയാസകരമായി തോന്നിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവർക്ക് പ്രയാസകരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ വീഞ്ഞിന്റെയും കേക്കിന്റെയും കാര്യം ഞാൻ പിൻവലിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ വീഞ്ഞും കേക്കിന്റെയും വിഷയമല്ല ഞാൻ ഉന്നയിച്ചത്. ഞാൻ എന്റെ വരികളിലൂടെയും എന്റെ വാക്കുകളിലൂടെയും ഞാൻ ഉന്നയിച്ചത് ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമാണ്. ആ രാഷ്ട്രീയ പ്രശ്നത്തെ നമുക്ക് തമസ്കരിക്കാൻ കഴിയില്ല. ആ രാഷ്ട്രീയ പ്രശ്നം പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടണം. ക്രൈസ്തവരിൽ, മുസ്ലിങ്ങളിൽ അടക്കം വന്നിട്ടുള്ള ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക അത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നതാണ് ഞാൻ ലക്ഷ്യം വെച്ചത്. ഞാനൊരു മതേതരവാദിയാണ്. ഈ രാജ്യത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം ഒരമ്മ പെറ്റ മക്കളെ പോലെ, ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മതേതരവാദിയായ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉണ്ടായ ആശങ്ക ഞാൻ ഉന്നയിച്ചു. അതെന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം മാത്രമാണ്. അതിലാർക്കെങ്കിലും ഞാൻ പറഞ്ഞ ഭാഗത്ത് ഈ കേക്കിന്റെയും
വീഞ്ഞിന്റെയും കാര്യത്തിൽ എന്തെങ്കിലും പ്രയാസമോ വേദന ഉണ്ടെങ്കിൽ ആ ഭാഗം ഞാൻ പിൻവലിക്കുന്നു. എന്നാൽ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഭാഗം മണിപ്പൂർ പ്രശ്നത്തിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങൾ ശക്തമായി ഉന്നയിക്കുകയും അവിടെ ആ പ്രസംഗം മുഴുവൻ ഞാൻ കേട്ടു. ആ പ്രസംഗം മുഴുവൻ എന്റെ കയ്യിലുണ്ട്. ആ പ്രസംഗത്തിൽ ഒരു ഭാഗത്തും അവിടെ പങ്കെടുത്തവരാരും ഈ പ്രയാസപ്പെടുന്ന ജനതയുടെ കാര്യം ഉന്നയിച്ചിട്ടില്ല. ആരെയാണ് ഇവരൊക്കെ ഭയപ്പെടുന്നത്? അങ്ങനെ ഭയപ്പെടാൻ പറ്റുമോ? നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമല്ലേ? ആ രാജ്യത്ത് എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ കഴിയണ്ടേ? എല്ലാവരുടെയും വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പരസ്പര ബഹുമാനത്തോട് സംരക്ഷിക്കേണ്ടേ? ആ കാര്യമാണ് ഞാൻ അവിടെ സൂചിപ്പിച്ചത്. അതിൽ എന്റെ രാഷ്ട്രീയ നിലപാട് ഞാൻ അവിടെ പറഞ്ഞു. അത് എന്റെ വ്യക്തിപരമായ അഭിപ്രായ പ്രകടനമാണ്. ആ അഭിപ്രായ പ്രകടനം തീർച്ചയായിട്ടും മണിപ്പൂർ പ്രശ്നത്തിൽ ഞാൻ വെക്കുന്ന ഒരു നിലപാട് എന്ന നിലയിൽ കണ്ടാൽ മതി. അതിനപ്പുറത്തേക്ക് ആ പ്രശ്നത്തെ കാണേണ്ട കാര്യമില്ല. ആർക്കെങ്കിലും ആ കാര്യത്തിൽ ഞാൻ ആമുഖമായി ആദ്യം പറഞ്ഞ ഭാഗത്ത് പ്രയാസമുണ്ടെങ്കിൽ ആ ഭാഗം ഞാൻ പിൻവലിക്കുന്നു. അതിൽ ഞാൻ ഖേദവും പ്രകടിപ്പിക്കുന്നു. കാരണം എല്ലാ പുരോഹിത ശ്രേഷ്ഠരോടും എനിക്ക് ബഹുമാനമാണ്. കേരളത്തിലെ മിക്കവാറും എല്ലാ ഈ പറയുന്ന ബിഷപ്സുമാരുമായിട്ടും നല്ല വ്യക്തിബന്ധമുള്ള ആളാണ്. അവരെ ഒന്നും മോശപ്പെടുത്താൻ ഒരു ഘട്ടത്തിലും ഞാൻ ശ്രമിച്ചിട്ടില്ല, ശ്രമിക്കുകയുമില്ല. അവർക്ക് അങ്ങനെ ഒരു ആശങ്കയും വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രതിനിധി എന്ന നിലയിൽ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ താൽപര്യം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ഒരു മന്ത്രി കൂടിയാണ് ഞാൻ. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട, അതിന്റെ ആശങ്കയും വേണ്ട. എന്നാൽ ആരെയിലുമൊക്കെ ഭയപ്പെട്ട് കീഴ്പ്പെട്ടു പോവുക എന്ന സമീപനത്തോട് നമുക്ക് പോകാൻ കഴിയത്തില്ല. അത്തരം കാര്യങ്ങൾ പ്രതികരിക്കേണ്ട സമയങ്ങളിൽ പ്രതികരിക്കണം. അതൊരു സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ കാര്യം കൂടി എന്ന താല്പര്യത്തിലാണ് ഞാനത് വിശദീകരിച്ചത്. ഇത് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രതിപക്ഷ നേതാവ് ഇതങ്ങോട്ട് പറഞ്ഞേച്ചെങ്കിൽ രാഷ്ട്രീയമായി അങ്ങ് കൈകാര്യം ചെയ്യാം. എന്താണ് പ്രതിപക്ഷ നേതാവിന്റെ മണിപ്പൂർ പ്രശ്നത്തിൽ പറ്റിയുള്ള നിലപാട് അദ്ദേഹം വ്യക്തമാക്കണം. ഞാൻ പറഞ്ഞ വീഞ്ഞും കേക്കും ഞാൻ അങ്ങ് പിൻവലിച്ചല്ലോ. മണിപ്പൂർ പ്രശ്നത്തെ പറ്റിയുള്ള പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിയുടെ അഭിപ്രായം അദ്ദേഹം പറയട്ടെ. ഇത്രയും ജനങ്ങൾ കൊല്ലപ്പെട്ട്, ഇത്രയും ആളുകൾ അവിടെ പലായനം ചെയ്യപ്പെട്ട്, ഭവനങ്ങൾ തകർന്നിട്ട് ഈ പ്രശ്നത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഒരക്ഷരം ബിജെപിക്കെതിരെ മിണ്ടിയോ? ഞാൻ പറഞ്ഞ പ്രശ്നത്തിന്റെ പ്രധാന ഭാവം മാറ്റിവെച്ചിട്ട് ഞാൻ ആരെയും ആക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ പ്രശ്നത്തെ എന്തിനാണ് തമസ്കരിക്കുന്നത്? ഈ പ്രശ്നത്തിൽ എന്താണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്? അത് പറയുന്നില്ല. അത് പറയാതെ അദ്ദേഹത്തെ പിണറായി വിജയൻ, കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, എന്നെ ഏതോ ചുമതലപ്പെടുത്തിയിട്ട് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിച്ചിട്ടില്ല വ്യക്തിപരമായിട്ട്. അദ്ദേഹം വ്യക്തിപരമായിട്ട് എല്ലാവരും ആക്ഷേപിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് വരെ ഒരാളിനെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ആളല്ല, ആക്ഷേപിച്ചിട്ടുമില്ല, ആക്ഷേപിക്കത്തുമില്ല. ഞാൻ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞാൻ അവിടെ തുറന്നു പറഞ്ഞു. അത് അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടായി കാണും. അത് വ്യക്തിപരമായ ആക്ഷേപമല്ല. അത് ഗവൺമെന്റ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിൽ എത്താഞ്ഞതിന്റെ കാരണമാണ് ഞാൻ അവിടെ സൂചിപ്പിച്ചത്. അപ്പൊ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് മണിപ്പൂർ പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ 750ഓളം ആക്രമണങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്നിട്ട് എന്താണ് ഈ വർഷം ക്രിസ്മസിന് മധ്യപ്രദേശിൽ ഉണ്ടായ സംഭവം പുറത്തു വന്നിട്ടുണ്ടല്ലോ. നിരന്തര ആരാധനാലയങ്ങൾക്കെതിരെ ആക്രമണം നടക്കുകയാണല്ലോ. എന്നാൽ കേരളത്തിൽ എന്തുകൊണ്ട് ഇതൊന്നും സംഭവിക്കുന്നില്ല എന്ന കാര്യം എന്താണ് പ്രതിപക്ഷ നേതാവ് പറയാത്തത്? ഈ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സംരക്ഷണം കൊടുക്കുന്നില്ല, ഭൂരിപക്ഷത്തിന് സംരക്ഷണം കൊടുക്കുകയല്ലേ? ഇവിടെ ഏതെങ്കിലും ഒരാളിന്റെ, ഒരു സമൂഹത്തിന്റെ ആരാധനാലയം തകർക്കപ്പെടുന്നുണ്ടോ? പരസ്പരം ആക്രമിക്കപ്പെടുന്നുണ്ടോ? ഒരു വർഗീയലാഭം കേരളത്തിലുണ്ടായോ? ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് 7 വർഷമായിട്ട് വർഗീയലാഭം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ വർഗീയലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ച വർഗീയവാദികളെ പരാജയപ്പെടുത്തിയ ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ ഭരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇപ്പൊ ഒരു അവസരം വന്നപ്പോൾ ഞാനിങ്ങനെ അങ്ങ് പറഞ്ഞു. അതുകൊണ്ട് അത് അങ്ങ് മുതലാക്കി ഒരു ന്യൂനപക്ഷ വിഭാഗത്തിനിടെ ഒരു ചെറിയ സ്നേഹമൊക്കെ കാണിച്ച് അവരെ ഒന്ന് ചേർത്ത് പിടിക്കാം എന്നൊന്നും ധരിക്കണ്ട. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് നല്ല ആശങ്കയുണ്ട്, നല്ല ആശങ്കയുണ്ട്. ഞാൻ തുറന്നു പറയുകയാണ്. കേരളത്തിൽ ആശങ്കയില്ല എന്ന് ധരിക്കണ്ട. കേരളത്തിൽ ആശങ്കയില്ലാത്തത് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനും ശ്രീ പിണറായി വിജയന്റെ നേതൃത്വം കേരളത്തിലുള്ളതുകൊണ്ടാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് നാളെ കേരളത്തിൽ സംഭവിക്കുമെന്ന പ്രതീക്ഷയും ആശങ്കയും കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കുണ്ട്. അതിലേക്ക് പോകാൻ കുറെ ആളുകൾ ഇങ്ങനെ ശ്രമിക്കുന്നതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആശങ്കയൊക്കെ വെച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത് പോകേണ്ട ഒരു പ്രശ്നം തന്നെയാണെന്നാണ്. അതിൽ കോൺഗ്രസിന്റെയും പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് പറയാതെ എന്നെ ആക്ഷേപിക്കുന്ന സമീപനം ശരിയല്ല. സാംസ്കാരിക മന്ത്രി എന്ന നിലയിൽ ഞാൻ പറഞ്ഞുകൊണ്ട് വലിയ മഹാഭാവമാണ് എന്ന ധാരണയൊന്നും എനിക്കില്ല.
ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ ഒരു പൊതുപ്രശ്നം, രാജ്യത്തിന്റെ ഒരു പൊതുപ്രശ്നം പറഞ്ഞു. അതിലെ പറഞ്ഞ കാര്യത്തിൽ ഒരു മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ കേന്ദ്രമന്ത്രി അദ്ദേഹം ഇപ്പൊ 2 ദിവസമായി നിരന്തരം പ്രസ്താവന നടത്തുന്നത്. ഞാൻ വിചാരിച്ചത് നമ്മൾ മറുപടി പറയേണ്ടതെന്നാണ്. എന്റെ ചരിത്രമൊക്കെ അദ്ദേഹം കഴിഞ്ഞ ദിവസം വിശദീകരിക്കുന്നത്. ഞാൻ ആരുടെയും ചരിത്രമൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താണ് അദ്ദേഹത്തിന് ഇതിനകത്തുനിന്ന് മുതലെടുക്കാനുള്ള ആഗ്രഹം? സജി ചെറിയാൻ ഇങ്ങനെ ഒരു വാക്ക്, ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോ അത് വെച്ചുകൊണ്ട് BJPക്ക് എന്തെങ്കിലും ഗുണം കേരളത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിനിടെ കിട്ടുമോ? ഇവിടെ മുസ്ലിമിനെ അകറ്റി നിർത്തി ക്രിസ്ത്യാനിയെ പിടിക്കാൻ കഴിയുമോ എന്ന രാഷ്ട്രീയമാണ് കേരളത്തിലെ സംഘപരിവാർ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുസ്ലിമിനെതിരായിട്ടുള്ള വലിയ വികാരങ്ങൾ, കള്ളത്തരങ്ങൾ കേരളത്തിലെ എല്ലാ ക്രൈസ്തവ ഭവനങ്ങളും നടന്നു പറയല്ലേ? അതല്ലേ വസ്തുത? അത് പറഞ്ഞിട്ട് ആ വിഭാഗത്തിനെതിരായി ഇവിടെ ക്രൈസ്തവ ന്യൂനപക്ഷത്തെ എങ്ങനെ കൂടെ നിർത്താൻ പറ്റും? അതിനുവേണ്ടി നടത്തുന്ന രാഷ്ട്രീയ നീക്കം, ആ നീക്കത്തെ തടയുന്ന ഒരു പ്രസ്താവനയാണ് എന്റേത്. അത് മനസ്സിലായിട്ടുണ്ട് കേന്ദ്രമന്ത്രിക്ക്. ആ പ്രസ്താവന നന്നായിട്ട് അദ്ദേഹത്തിന് കൊണ്ടിട്ടുണ്ടെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം 2 ദിവസമായി കേന്ദ്രമന്ത്രി, സാധാരണ കേന്ദ്രമന്ത്രി ഒരു പ്രസ്താവനയൊക്കെ ഇറക്കാവൂ, ഒന്നിൽ കൂടുതൽ പ്രസ്താവന ഇറക്കേണ്ട കാര്യമില്ല. 2 ദിവസമായി അദ്ദേഹം നിരന്തരം പ്രസ്താവന ഇറക്കുന്നതിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ തന്ത്രം കേരളത്തിൽ പൊളിഞ്ഞ ഒരു അധ്യായമായി മാറി എന്ന ഒരു ധാരണ അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ എന്റെ സ്റ്റേറ്റ്മെന്റ് കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഇനി അത് കുറെ കൂടി കൊള്ളും. അതുകൊണ്ട് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അല്ലെങ്കിൽ അവരുടെ കള്ളത്തരം പ്രചരിപ്പിച്ച് തങ്ങൾക്കൊപ്പം അടുപ്പിച്ച് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അധികാര രാഷ്ട്രീയം കൈയാളാം എന്ന ഒരു ദീർഘകാലത്തെ ഒരു പദ്ധതി കേരളത്തിൽ ഇവർ രൂപപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ട് കൂടി ചില നീക്കങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയേണ്ടവർ തിരിച്ചറിയണമെന്ന അർത്ഥത്തിൽ കൂടിയാണ് ഞാൻ ആ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അത് മനസ്സിലാക്കേണ്ടവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. അവരവരുടെ പ്രയാസവും വേദനയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, അതിലൊന്നും ഒരു വേദനയും പ്രയാസവും വേണ്ട. നമ്മൾ തിരിച്ചറിയേണ്ടവരൊക്കെ തിരിച്ചറിയണം. അത്തരം കാര്യങ്ങൾ ജാഗ്രത ഉണ്ടാകണമെന്നുള്ളതാണ് ഞാൻ നടത്തിയ പ്രസ്താവനയുടെ ഭാഗമായി പറയുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു, ബഹുമാന്യായ കത്തോലിക്ക ബിഷപ്പ് സമിതിയുടെ പ്രസിഡന്റ് ക്ലിമീസ് തിരുമേനി എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ്. ബാബ തിരുമേനി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ കണ്ടു. അദ്ദേഹമാണ് ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. സജി ചെറിയാൻ ഇങ്ങനെ സാംസ്കാരിക മന്ത്രി അദ്ദേഹം പറഞ്ഞ പ്രസ്താവനയിൽ ഞങ്ങളെ വേദനിപ്പിച്ച ഭാഗം പിൻവലിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞങ്ങളല്ലാതെ സഹകരിക്കില്ല. അവരെല്ലാം സഹകരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, സഹകരിക്കുകയും വേണം. ഞാൻ നിമിത്തം ആരും സഹകരിക്കാതിരിക്കണ്ട. ഞാൻ ആ ഭാഗം പ്രിയപ്പെട്ട ക്ലിമീസ് തിരുമേനി പറഞ്ഞതിന്റെ ഭാഗമായി ഈ വീഞ്ഞും പിന്നെ നമ്മുടെ കേക്കിന്റെ ഭാഗം ഞാൻ പിൻവലിച്ചു. ആ 2ാമത്തെ ഭാഗം പിൻവലിക്കുന്നുമില്ല. അത് ഉറച്ചു നിൽക്കുന്നു. അതിനെപ്പറ്റി നല്ല ചർച്ച നടക്കണം.